ഹലോ എവറി വൺ, വെൽക്കം ടു ഇംഗ്ലീഷ് ചാറ്റ് ബോക്സ്. ഇംഗ്ലീഷ് ചാറ്റ് ബോക്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും ഹൃദയത്തോട് ചേർന്ന് സ്വാഗതം ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്താണ് ഇംഗ്ലീഷ് ചാറ്റ് ബോക്സ് പക്ഷേ അറിയണമെന്നില്ല. തൊട്ട് മുന്നിൽ ഒരു വീഡിയോ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. എന്നാലും വളരെ ഷോർട്ടായിട്ട് പറയാം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള കുറച്ച് സെന്റൻസുകൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താമെന്നോ. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ സെന്റൻസുകൾ ഉണ്ടായിരിക്കും. അറിയുന്ന ആളുകൾ അത് ജസ്റ്റ് പോളിഷ് ചെയ്യുക, അറിയാത്ത ആളുകൾ പുതിയൊരു അറിവായിട്ട് നിങ്ങൾ കണക്കാക്കി നിങ്ങളുടെ ലൈഫിൽ അത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള സാഹചര്യം അത് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പറയേണ്ടത് വിരോധമില്ലെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് എടുത്തു വരാൻ പറ്റുമോ, വിരോധമില്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കുമോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരുമോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്താ പറയുക എൻ്റെ കൂടെ വരുമോ, ബുദ്ധിമുട്ടില്ല അങ്ങോട്ടൊന്ന് പോവോ, വിരോധമില്ലെങ്കിൽ അതൊന്ന് എടുത്തു തരുമോ. ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വിരോധമില്ലെങ്കിൽ എന്നതിനെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒറ്റ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കമൻറ്റ് ബോക്സ് നിങ്ങൾ എഴുതി നിങ്ങൾക്കായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, മലയാളത്തിൽ ഇംഗ്ലീഷിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് കാണുന്ന ആളുകൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഒരുപാട് എക്സാമ്പിൾസ് അവർ കണ്ടെത്താൻ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇനി കമൻറ്റ് ബോക്സിൽ ഒന്നും എഴുതില്ല, എനിക്ക് മടിയാണ്, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് നോട്ട്ബുക്കിൽ എഴുതിയിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും നോട്ട്ബുക്കോ ഡയറിയോ എന്തെങ്കിലും എഴുതിയിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെ വെറുതെ ഇത് കണ്ടു പോവുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ നമ്മൾ വിരോധമില്ലെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറയും. എന്താ പറയാ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വിരോധമില്ലെങ്കിൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ പറയുന്ന വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറയാം. അതിനുശേഷം നമുക്ക് എന്താണ് പറയേണ്ട കാര്യം അത് പറയുന്നതാണ്. ഉദാഹരണം, ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുക, കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. അതേസമയം പറയണം, ബുദ്ധിമുട്ടില്ലോ അവിടേക്ക് ഒന്ന് പോവോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് അവിടെ പോവോ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഗോ ദെയർ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഗോ ദെയർ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരും. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം, എന്തോ ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിനോട് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അടാ ബുദ്ധിമുട്ടില്ല ഒന്ന് കാണിച്ചു തരും. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഷോ മീ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഷോ മീ. ബുദ്ധിമുട്ടില്ല അത് എനിക്കൊന്ന് കാണിച്ചു തരും എന്നുള്ളതാണ്. അടുത്തത്, ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് വിരോധമില്ലെങ്കിൽ എന്നോട് പറയൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടെൽ മീ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടെൽ മീ. ബുദ്ധിമുട്ടിൽ എന്നോടൊന്ന് പറയാവുന്നതാണ്. മറ്റൊരു സെൻറ്റൻസ് വേണമെങ്കിൽ, ബുദ്ധിമുട്ടിൽ ഒന്ന് നീങ്ങിയിരിക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് മൂവ് എ ബിറ്റ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് മൂവ് എ ബിറ്റ്. ഇപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വിരോധമില്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടി ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. അല്ലെ ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്. നമ്മളൊരു പൊളൈറ്റായിട്ട് ഭയങ്കരമായിട്ട് ഒരു ആജ്ഞാപിക്കാതെ ഭയങ്കര പൊളൈറ്റായിട്ട് ഒരാൾ പറയുന്ന കാര്യമാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് മൂവ്. ബുദ്ധിമുട്ടില്ല ഒന്ന് നീങ്ങിക്കും. ഓക്കെ, ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടേക്ക് ഇറ്റ്. ഇതൊന്ന് ബുദ്ധിമുട്ടിലൊന്ന് എടുത്തു തരും. ഓക്കെ, ആ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നൊന്ന് സഹായിക്കോ. നമ്മുടെ കയ്യിൽ എന്തൊക്കെ സംഭവമുണ്ട്, രണ്ട് കയ്യിലും കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾ അവിടെ നിൽക്കുന്നത്, എക്സ്ക്യൂസ് മീ, ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. ബുദ്ധിമുട്ടില്ല എന്നെ ഒന്ന് സഹായിക്കാമോ. അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ സഹായിക്കാമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ എന്ന് പറയുന്നതിനോട് ഉപയോഗിക്കുന്നതാണ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. അപ്പോൾ ഇത് വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇഫ് യു ഡോണ്ട് മൈൻഡ് വെച്ച് നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് നിങ്ങൾ കമൻറ്റ് ബോക്സ് എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ നിങ്ങൾ എഴുതുന്ന എക്സാമ്പിൾസ് ആയിരിക്കും ഒരു പക്ഷേ മറ്റൊരാൾക്ക് ഉണ്ടാവുക. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പുതിയ പുതിയ എക്സാമ്പിൾസ് കണ്ടെത്താനും പുതിയ എക്സാമ്പിൾസ് പറയാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുക. മാക്സിമം പഠിക്കാൻ ട്രൈ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഉഷാറാവട്ടെ. ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാമെന്ന് മാത്രം പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു വെരി മച്ച്. ബൈ.